തവനൂർ കേളപ്പജി മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർമ്മാണത്തിന്റെ മറവിൽ കോടികളുടെ അഴിമതി നടന്നതായി ആം ആദ്മി പാർട്ടി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 2022-23 അധ്യയന വർഷം ജില്ലാ പഞ്ചായത്ത് സ്കൂളിന് അനുവദിച്ച 2.25 കോടി രൂപയുടെ പദ്ധതികളിൽ അഴിമതി നടന്നതായാണ് ആരോപണം. 50 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചെന്ന് പറയുന്ന വനിതാ വിശ്രമമുറിയും 35 ലക്ഷം രൂപ ചെലവഴിച്ച ശൗചാലയവും എവിടെയെന്നറിയില്ല. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി രേഖയിൽ ഇവയുടെ നിർമ്മാണം നടന്നതായി കാണിച്ച് ജില്ലാ പഞ്ചായത്ത് ബിൽ പാസാക്കി നൽകിയിട്ടുണ്ട്. ആവശ്യമായ ശൗചാലയ സൗകര്യങ്ങളില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് വിദ്യാർത്ഥികൾ അനുഭവിക്കുകയാണ്. 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുടിവെള്ള പദ്ധതി പൂർത്തിയായിട്ടില്ലെങ്കിലും കരാറുകാരന് ജില്ലാ പഞ്ചായത്ത് ബിൽ പാസാക്കി നൽകി. ചുറ്റുമതിലിന്റെയും കവാടത്തിന്റെയും നിർമ്മാണവും പൂർത്തീകരിച്ചിട്ടില്ല. പുതുതായി സ്ഥാപിച്ച ഗേറ്റ് അടയ്ക്കാനോ തുറക്കാനോ കഴിയുന്നില്ല. ഇത്ര വലിയ അഴിമതിയുണ്ടായിട്ടും PTA സ്കൂൾ മാനേജ്മെന്റോ ഇടപെടാത്തത് ഇവർക്കും പങ്കുണ്ടെന്നതിനാലാണെന്നും നേതാക്കൾ ആരോപിച്ചു. നമ്മുടെ പാർട്ടി ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അഴിമതിക്കെതിരെയാണ്. ഈ അഴിമതി ഇന്ത്യ രാജ്യത്ത് നിന്നും തുടച്ചു മാറ്റിയാൽ നമ്മുടെ രാജ്യത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും അവസാനിക്കും എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തവനൂർ പഞ്ചായത്തിലെ ആം ആദ്മി പാർട്ടി പ്രവർത്തകരും വിവരാവകാശ പ്രവർത്തകരുമായിട്ടുള്ള നമ്മുടെ വളണ്ടിയേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് ഊന്നിയിറങ്ങിയപ്പോൾ അവിടെ പൊതു വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും മറ്റ് പൊതുമേഖലയിലൊക്കെ സർക്കാർ ഫണ്ടുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെതായാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതായാലും ത്രിതല പഞ്ചായത്തിൻ്റെതായുമായിട്ടുള്ള ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ വളരെ വ്യാപകമായ അഴിമതികളും കെടുകാര്യസ്ഥതയും നടന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ചില അഴിമതികൾ നിങ്ങളുടെ മുന്നിൽ ബോധിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു വാർത്താ സമ്മേളനം നിങ്ങളുടെ മുന്നിൽ വിളിക്കാനുണ്ടായിട്ടുള്ള കാരണം. ഇത്തരം അഴിമതികൾക്ക് കൂട്ടുനിൽക്കാനാകില്ലെന്നും സംഭവങ്ങളിൽ പ്രതികരിക്കാനാണ് തവനൂർ പഞ്ചായത്ത് 3-ാം വാർഡിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നും അലി കള്ളിവളപ്പിൽ പറഞ്ഞു. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, താനൂരിലെ കേളപ്പജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതികളിൽ നടന്നിട്ടുള്ള വൻ അഴിമതികളെ കുറിച്ചാണ്. 50 ലക്ഷം രൂപ ചെലവില് ജില്ലാ പഞ്ചായത്ത് ഒരു സ്ത്രീ വിശ്രമ മുറി ഒരു സ്കൂളിന് വേണ്ടിയായിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. അതിന്റെ പണി കഴിഞ്ഞ് ബില്ല് പാസ്സാക്കി കൊടുത്തു എന്നാണ് നമുക്ക് രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ അങ്ങനെ ഒരു ബിൽഡിങ്ങോ അങ്ങനെ ഒരു വിശ്രമ മുറിയോ അവിടെ നിർമ്മിച്ചതായിട്ട് കാണാനില്ല. വിവരാവകാശ പ്രകാരം കിട്ടിയ രേഖയിലും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നിർമ്മാണം നടന്നിട്ടില്ല. ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാരിസ് കുറ്റിപ്പുറം, തവനൂർ മണ്ഡലം സെക്രട്ടറി പ്രശാന്ത് അതള്ളൂർ, രാധാകൃഷ്ണൻ തവനൂർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.